മുനമ്പം വഖഫ് അധിനിവേശത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ഉന്നതതല യോഗം ചേരുന്നത് 2 തവണ തീയതി മാറ്റിയ ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് 16-ാം തീയതി ചേരാനിരുന്ന യോഗം മാറ്റിവെച്ചത്. മന്ത്രിമാരും വഖഫ് ബോർഡ് ചെയർമാനും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കും. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത് പറയും. എന്നാലും 2 തവണ മാറ്റിവച്ച മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൽ സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. വൈകിട്ടാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടത്തുവാൻ പോകുന്നത്. ഇതിൽ ഫലമുണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് നോക്കിക്കാണേണ്ടത്. പ്രജിത് മോഹൻ ലൈനിലുണ്ട് എന്ന് കരുതുന്നുണ്ട്. പ്രജിത്ത്, മാറി മാറി വന്ന സർക്കാരുകളൊക്കെ തന്നെയും മുനമ്പത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ BJP അവിടേക്ക് എത്തി, നിരാഹാര സമരം നടക്കുന്നു, പ്രക്ഷോഭം നടക്കുന്നു, അവർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. 2 കേന്ദ്രമന്ത്രിമാർ സ്ഥലം സന്ദർശിച്ചു. അപ്പോഴൊന്നും തന്നെ മന്ത്രിസഭയിലെ ഒരു അംഗം പോലും പോയില്ല. പ്രതിപക്ഷത്തിൻ്റെ ചിലരൊക്കെ തന്നെ അവിടെ പോയെങ്കിലും അത് പ്രഹസനമാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. ഇന്ന് നടക്കുന്ന ഈ യോഗത്തിലും അതേ രീതിയിലുള്ളൊരു പ്രഹസനം തന്നെയായിരിക്കില്ലേ ഉണ്ടാകാൻ പോകുന്നത്? ഫലം കാണുമോ ചർച്ചകൾ എന്നാണ് നോക്കിക്കാണേണ്ടത്. രജനി, ഈ യോഗത്തെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വലിയ രീതിയിൽ ഈ മുനമ്പത്തെ വഖഫ് ഭൂമി ഉണ്ട് എന്നുള്ള രീതിയിൽ സർക്കാർ ശക്തമായ നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രത്യേക മന്ത്രിതല മോണിറ്ററിംഗ് സമിതിയൊക്കെ രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ വഖഫ് ഭൂമി തിരിച്ചു പിടിക്കും, ആ തിരിച്ചു പിടിക്കാനുള്ള നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുന്നതിന് സർക്കാർ തലത്തിൽ സമിതി രൂപീകരിക്കുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിന്ന് സർക്കാർ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ലെന്ന് നിയമസഭയിൽ വഖഫ് മന്ത്രി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വഖഫിന് അനുകൂലമായി മുനമ്പത്തെ ജനങ്ങളുടെ സാഹചര്യത്തിന് അവർക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച സർക്കാരാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ചില നിലപാടുകളിലൊക്കെ ഒരു മാറ്റം വരുത്തുകയും വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യോഗം വിളിക്കാൻ നിർബന്ധിതരായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ 16-ാം തീയതിയാണ് ഇത്തരത്തിലൊരു യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വരുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് വരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് തീയതിയിൽ ഒരു മാറ്റം വരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതിയിൽ മാറ്റം വരുന്നു. അതോടെ സർക്കാർ ഈ യോഗത്തിന്റെ തീയതിയും മാറ്റിവെക്കുന്നു. അതായത് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ഈ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ നടക്കുകയും യോഗത്തിൽ സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ അത് മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം സർക്കാരിന് കൃത്യമായി ബോധ്യപ്പെടുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിയുന്ന നാളത്തേക്ക് ഈ ഡേറ്റ് മാറ്റുന്നു. 16-ാം തീയതി ചേരാൻ തീരുമാനിച്ച യോഗം 28-ാം തീയതിയിലേക്ക് മാറ്റുന്നു. എന്നാൽ അപ്പോഴേക്കും ഈ മുനമ്പം പ്രശ്നം അത്രയും നാൾ അവഗണിച്ചതുപോലെ അവഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ജനം TV കൊണ്ടെത്തിക്കുന്നുണ്ട്. കാരണം തുടർ വാർത്തകളിലൂടെ മുനമ്പത്ത് സർക്കാരും പ്രതിപക്ഷവും ഒക്കെ സ്വീകരിച്ച ഇരട്ടത്താപ്പുകൾ ജനം TV ഓരോന്നായി തുറന്നു കാട്ടുന്നു. പിന്നാലെ ക്രൈസ്തവ സംഘടനകളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്തുണയുമായി ഹൈന്ദവ സംഘടനകൾ എത്തുന്നു. BJPയുടെ വലിയ രീതിയിലുള്ള പിന്തുണയുണ്ടാകുന്നു. അങ്ങനെ മുനമ്പം വിഷയത്തിൽ വലിയ രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന സമയത്ത് ജനം TV ആയാലും ശരി, ഭാരതീയ ജനതാ പാർട്ടി ആയാലും ശരി, ഹൈന്ദവ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും എല്ലാം പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് എന്താണ് മുനമ്പത്തെ പ്രശ്നം എന്നുള്ളതും ഈ വഖഫ് അധിനിവേശത്തിന്റെ അതിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം വരുമ്പോഴാണ് സർക്കാർ 28-ാം തീയതി തീരുമാനിച്ചിരുന്ന യോഗം വളരെ പെട്ടെന്ന് 22-ാം തീയതിയിലേക്ക് മാറ്റുന്നത്. 3 ദിവസത്തിന് മുൻപാണ് അത്തരമൊരു തീരുമാനം വരുന്നത്. 22-ാം തീയതിയിലേക്ക് ഇന്ന് ഈ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് ഈ യോഗം നടക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം നിയമ, റവന്യൂ വകുപ്പ് മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ വഖഫ് മന്ത്രി പങ്കെടുക്കുന്നുണ്ട്, ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട്. ഈ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നത് മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചായിരിക്കും ചർച്ച എന്നുള്ളതാണ്. എന്തായാലും ഈ യോഗത്തിന്റെ ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും പരിശോധിക്കപ്പെടുക. ഒന്ന്, റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മുനമ്പത്തെ ജനങ്ങളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടതും ഫറൂഖ് കോളേജ് ഈ ഭൂമി കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ കരമടയ്ക്കാനുള്ള അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു റീസർവേയുടെ സാധ്യതയടക്കം പരിശോധിക്കും. എന്നാലും ഏറ്റവും നിർണായകമാകുക ഈ യോഗത്തിൽ വഖഫ് ബോർഡ് എടുക്കുന്ന നിലപാടായിരിക്കും. കാരണം നേരത്തെ സർക്കാർ പോലും ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്നും അത് തിരിച്ചു പിടിക്കണമെന്നുള്ള കർശന നിലപാടിൽ മുന്നോട്ട് പോയ സമയത്തെടുത്ത നടപടിക്രമങ്ങളിൽ നിന്നാണ് ഒരു പക്ഷേ വഖഫിന് തിരിച്ചു പോകേണ്ടി വരിക. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിന് വഖഫ് തയ്യാറായില്ല എങ്കിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകളിലെ പൊള്ളത്തരം വീണ്ടും ചർച്ചയാകും. കാരണം ഈ പറയുന്ന രീതിയിൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും അത് കയ്യേറ്റക്കാരാണ് അവിടെ ഉള്ളതെന്നും നിലപാട് നിയമസഭയിൽ സ്വീകരിച്ച സർക്കാർ പിന്നീട് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ നിലപാട് മാറ്റുമ്പോഴും
ഈ നേരത്തെ എടുത്ത നിലപാടുകൾ സർക്കാരിനെ തിരിഞ്ഞുകൊത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാർ ഇടപെട്ടാലും ശരി, ഈ വഖഫ് ബോർഡ് ഭൂമി വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വഖഫ് നിയമ ഭേദഗതി മാത്രമാണ് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുമ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ളത്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ നേരത്തെ സ്വീകരിച്ച ചില പ്രകടന നയങ്ങൾ കൊണ്ട് തന്നെ ഈ വഖഫ് അതിന്റെ നിയമ ഭേദഗതിക്ക് സർക്കാരിന് അനുകൂലമായ നിലപാടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും സർക്കാർ എന്നുള്ള ചോദ്യത്തിന് സർക്കാരിന് പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തും. അല്ല എങ്കിൽ സർക്കാർ കൃത്യമായി ചെയ്യേണ്ടത് ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾ അംഗീകരിക്കുകയാണ്. പക്ഷെ അതിന് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാകില്ല. അതിനപ്പുറത്തേക്ക് തൽക്കാലം ഒരു കണ്ണിൽ പൊടിയിടുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ UDF സർക്കാരിന്റെ കാലത്ത് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത് പോലെ വഖഫ് തൽക്കാലം ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കാം. പക്ഷേ അപ്പോഴും ശാശ്വതമായ പരിഹാരം മുൻപത്തുണ്ടാകുന്നില്ല. അവരുടെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ച് കിട്ടാനൊക്കെ അടക്കമുള്ള തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. രജനി, അങ്ങനെ പറയാൻ കഴിയും നമുക്ക് നിലവിൽ. പ്രജ്മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.